സുലി പാവക്കേരിയാണോ? അമ്മേ, ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് സുലി പാവക്കേരിയെന്ന്. ഓരോ വൃത്തവും കീറി കൃത്യം. അമ്മയ്ക്ക് ഇതുപോലൊരു മരുമകളെ തപസ്സിരുന്നാ കിട്ടുവോ? രാജീവൻ സ്നേഹിക്കുന്ന പോലെ ആളുകളുടെ മുമ്പിൽ വെച്ച് സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞ വീട്ടിൽ അമ്മയും ചെറുക്കനൊക്കില്ലേ? മിക്ക വീട്ടിൽ ഇതൊക്കെ നടക്കുന്നതല്ലേ. അമ്മ കണ്ടില്ലെന്ന് വെച്ച് മാറിക്കൊള്ളൂ. അമ്മ മാറിപ്പോണെന്ന് കോമസാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റാൻ നീ ഫലം? എന്റെ സുലു ഇനി അങ്ങോട്ട് അന്തപ്പെടാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? തേങ്ങ ചേട്ടാ, തേങ്ങ ജോലി പെട്ടെന്ന് ഒരിക്കൽ നമുക്കൊരു മാറ്റിനിക്ക് പോവാം. ജോലി എപ്പോഴേ തീർന്നു? ഏതേക്കും സുലഭനെ ഒരുങ്ങാം. ഒന്നും കഴിക്കാതെ എന്നും കഴിക്കുന്നില്ലയോ? ഒരു നേരം കഴിച്ചില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താകാനാ? ഓ, നിങ്ങൾ സുധിയും കൂട്ടി പോയാൽ മതി. എനിക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ കാസറ്റ്സ് കണ്ടു തീർക്കാനുണ്ട്. അപ്പുറത്ത് രാധയെ കൂടി വിളിച്ചോട്ടെ. ഓ, അവളെ കൂടി കൊണ്ടുപോകാത്ത കുഴപ്പമുള്ളൂ. അവൾ കൊടുത്തിരിക്കുന്ന തുണി കണ്ടിട്ട് ഇവക്ക് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലോ. പ്രേമേട്ടന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എനിക്കിഷ്ടമല്ലെന്നോ? സുലുവിന്റെ കൂട്ടുകാരിയെ നമ്മുടെ ചെലവിൽ സിനിമ കാണിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നോ? അവരെ ഞാൻ വിളിച്ചു പറയാം. സുലു ഒരുങ്ങി. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ നിന്ന് ആന കളിക്കുന്നു. കഴിവേറി മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എന്നെ നാടക നടനാക്കി മാറ്റിയ ദ്രോഹി നിന്നെ ഞാൻ. പക്ഷെ അവനെ വെറുപ്പിക്കുന്നത് ശരിയല്ലോ. ഹലോ രാജീവൻ. അയ്യോ, ഞാൻ എന്താ ഇന്ന് പുറത്തൊന്നും പോയില്ലേ? ഇല്ല, വൈകിട്ട് ഇറങ്ങണം. വൈകിട്ടാകുമ്പം ഡോക്ടേഴ്സിനെ നേരിട്ട് കണ്ട് ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ സമയമല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെയിരിക്കുന്നു? കുഴപ്പമില്ല. ഓഹോ, സുരോധന അമ്മയും കൂടി മാറ്റിനിക്ക് പോകുന്ന പരിപാടി ഉണ്ടേ. രാധയെ കൂടി ഒന്ന് വിടണം. ഒരു വിരോധമില്ല. എന്നാ ആയിക്കോട്ടെ, കളി ഇറങ്ങട്ടെ. മോളെ ഒരു ഗ്ലാസ് വെള്ളം. മക്കളെ, ഡാഡി എന്തായി കാണുന്നത്? രാമായണ കാറ്റേ കൊച്ചു കഴിവറടമൻ ഒരുങ്ങുന്നു. ഇവിടത്തെ 75% പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഇവൻ ഒറ്റൊരുത്തനാ. പോസ്റ്റ്മാന്റെ പോക്കറ്റ് തപ്പിയ പല പ്രായത്തിലുള്ള പ്രേമലേഖനങ്ങൾ കിട്ടും. എന്റെ അളിയാ, ഉമ്മ ഉമ്മ ഉമ്മാക്കാൻ എന്തിനാ? സ്നേഹം കൊണ്ടാണ്ടാ. സ്നേഹം. എന്റെ അളിയനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സുലു, സുധിയെ നീ ഇവിടെ പട്ടിണി കിട്ടിരിക്കയാ? ആകെ കൂടിയുള്ളൊരു മൂട് അളിയനാ. അവന്റെ കോലം കണ്ടില്ലേ? നാളെ മുതൽ ദിവസവും ഇവൻ ഓരോ ഗ്ലാസ് പാലും ഓരോ കോഴിമുട്ട വീതം കൊടുത്തോളാം. ഈ പ്രായത്തിൽ നല്ല പോലെ വല്ല കഴിച്ചില്ലെങ്കിലേ കുഞ്ഞിക്കൂമ്പ് വാടിപ്പോകും കിട്ടാ. അതുകൊണ്ടാ സിനിമയ്ക്ക് പോയിട്ട് വാട്ടാ. എന്താ അമ്മേത്? നമ്മള് ഭൂമിയുടെ ആകാശത്തോ? സിനിമ കഴിഞ്ഞിട്ട് വരുമ്പം എന്റെ അളിയൻ കുട്ടിന് 2 ജോഡി ഡ്രസ്സ് കൂടി എടുത്തോണം കേട്ടോ സുലു. അമ്മ എന്നെ ഒന്ന് പിടിക്കേ. ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ലേ. എന്താ എന്താടാ ഇത്? എന്തിനാണെന്ന് വിളിച്ചത്? ഈ പ്രേമേട്ടൻ ഇതിപ്പോ വലിയ തലവേദനയായിട്ട് വേണമല്ലോ. എതിലേ കയറിയത്? അല്ല, ജനലിന്റെ അപ്പുറത്ത് ആരോ മാറുന്നതായിട്ട് സുലോചനയ്ക്ക് തോന്നി. അല്ലേ? അതെ. അപ്പൊ അകത്ത് കയറിയില്ലേ? ഇല്ല. ആ ജനൽ ഇപ്പൊ കിട്ടും. സാറ് കാര്യം ചെയ്യും,
കഥ ഞെല്ലൊക്കെ നല്ലോണം അടച്ചു കിടന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൾ ഗോമതി പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇയാള് പോകുന്നില്ലേ? സുലോനെ, വല്ലാത്ത ഒച്ചയായിരുന്നല്ലോ. ശരിക്കും പേടിച്ചോ? പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ പേടിക്കുന്നത് നല്ലതല്ല. കള്ളൻ അതൊന്നും അറിയണ്ടല്ലോ അല്ലേ? കള്ളനൊന്നുമല്ല. പിന്നെ ഞാൻ നാളെ പറയാം. നല്ലൊരു സ്നേഹപ്രകടനം പ്ലാൻ ചെയ്ത അത് ചീറ്റിപ്പോയി. ഛേ, ഇത്രയ്ക്ക് ആക്റ്റീവ് ആവണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തൊരു വഴി? ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ എന്നാണ് എന്റെ സംശയം. ഇനി വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിന് മെഡിക്കൽ സയൻസിൽ സൈക്കോപ്പത്തിക് പേഴ്സണാലിറ്റി എന്ന് പറയും. ഇങ്ങനൊരു സൂക്കേടായതുകൊണ്ട് അധികം ആരെ അറിയിക്കുന്നതും ശരിയല്ല. വളരെ സൂക്ഷിച്ചു നീങ്ങണം. ഞാൻ നോക്കിയിട്ട് സൈക്കാട്രിസ്റ്റ് പെരേരയാണ് ബെസ്റ്റ്. മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. ഡോക്ടർ പെരേരയുടെ വീട്ടിൽ കൺസൾട്ടിംഗ് ഉണ്ട്. അത് വയലന്റ് ആവുന്ന കേസുകളൊന്നും അവിടെ അറ്റൻഡ് ചെയ്യില്ലെന്നേ ഉള്ളൂ. പ്രേമേന്ദ്രൻ സാർ ഇപ്പോ അങ്ങനത്തെ ഒരു സ്റ്റേജിലൊന്നും ആയിട്ടില്ലല്ലോ. വിഷമിക്കാനൊന്നുമില്ല. ഇതിപ്പോ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് 3 or 4 കോഴ്സ് മെഡിസിൻ കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. രാജന്റെ ഫ്രണ്ട് വിനോദിന് ശരിക്കും കടുത്തതാ. ഡോക്ടർ പെരേരയുടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ആള് നോർമലാ. സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ പ്രേമേട്ടൻ വന്നില്ലെങ്കിലോ? കുറച്ച് ദിവസമായിട്ട് രാത്രി സുലോചനയ്ക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് പറയണം. ഇപ്പോഴത്തെ സ്റ്റേജിൽ സുലോചന എന്ത് പറഞ്ഞാലും പ്രേമേന്ദ്രൻ സമ്മതിക്കും. പ്രേമേന്ദ്രനാണ് അസുഖമെന്ന് ഞാൻ ഡോക്ടറോട് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ഡോക്ടർ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ വരേണ്ട അവസ്ഥ എനിക്ക് ദൂരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്നെ സുലോചന നിർബന്ധം കൊണ്ടുവന്ന. എന്നെ കണ്ടിട്ടുണ്ടോ? ചില പൈങ്കിളി വാരികളൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. വായിക്കും അല്ലേ? ഏയ്, പലചരക്ക് കിടന്ന് സാധനം പോഞ്ഞുകൊടുന്ന പേപ്പറിൽ കണ്ടതാ. സാധാരണ എങ്ങനെയാണ് ഉറങ്ങാറുള്ളത്? ഉറങ്ങുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാ കണ്ണടച്ച് കിടക്കും. കുറച്ച് കഴിയുമ്പോ ഉറങ്ങിക്കോളും. പിന്നെ ഉണരുന്ന വരെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതല്ല ചോദിച്ചത്. സാധാരണ തലവഴി മൂടി പുതച്ചാണോ അതോ പുതയ്ക്കുന്ന സ്വഭാവം ഇല്ലേ? ചരിഞ്ഞോ നിവർന്നോ ചുരുണ്ടോ എങ്ങനെയാണ് ഉറങ്ങുന്നത്? അത് അപ്പോഴത്തെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ കിടക്കും. ചോദ്യങ്ങളോടുള്ള ഈ അവഗണന നിറഞ്ഞ പ്രതികരണം പണ്ടുമുതലേ ഉണ്ടോ? പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് എന്നു മുതലാണ്? 1 മാസമായിട്ടുണ്ടാവും. എന്നോട് പറയുന്നത് മിനിയാന്നാ. നിങ്ങൾ തമ്മിൽ കൂടെ കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഞങ്ങൾ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന 2 വ്യക്തികളാണ്. അപ്പോൾ ചില അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും എന്ന് വിചാരിച്ച് സുലോചന ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സൈക്കോളജി? ഞങ്ങളുടെ കോളേജിലെ സൈക്കോളജി പ്രൊഫസർ ഡേവിഡ് ഗോമസിന്റെ ഫ്രണ്ടാ. ചോദിച്ചത് സൈക്കോളജി അറിയാവുന്നവരെ ട്രീറ്റ് ചെയ്യാൻ പ്രയാസമാ. അതോർത്ത് ഡോക്ടർ വിഷമിക്കേണ്ട. സുലോചനയ്ക്ക് സൈക്കോളജി അറിയില്ല. കഴിയുന്നതും മെഡിസിൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കൗൺസിലിംഗ് ആണ് മുഖ്യം. എനിക്ക് മിസ്സിസിനോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറെ തന്നെ കാണാൻ വന്നത്. പ്രഗ്നന്റ് ആയതുകൊണ്ട് സുലോചനയ്ക്ക് മറ്റു മരുന്നുകളൊന്നും ഉപയോഗിച്ചുകൂടല്ലോ. മിസ്സിസുമായിട്ട് കൗൺസിലിംഗ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഭർത്താവിന്റെ അസുഖത്തിന് ഭാര്യ ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടി വരില്ല. ആർക്കാണ് അസുഖം വിചാരിച്ചത്? ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിക്കും. രോഗി ഏതാ, കൂടെ വന്നവൻ ഏതാന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇവന്റെ അടുത്താണ് ചികിത്സയ്ക്ക് വന്നത്. മിസ്റ്റർ പ്രേമേന്ദ്രൻ, കൂൾഡൗൺ. എന്നെ തണുപ്പിക്കാൻ താനാണോ? ഇവൻ കണ്ട് മാർക്ക് ലിസ്റ്റ് തെറ്റി പാസ്സായി വന്നവനാ. ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കേ. പേഷ്യന്റ് വയലന്റ് ആകുമെന്ന് രാജീവൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ അവനാണ് ഇതിന്റെ പിന്നിലല്ലേ? ഞാൻ വയലന്റ് ആവുക മാത്രമല്ല, ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ തല്ലും ചെയ്യും. കൊണ്ടുപോയി തടവട. നിനക്കുള്ളത് വീട്ടിൽ ചെന്നിട്ട്. സാർ സാർ, താനെന്താ ഇവിടെ? അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അകത്ത് വെള്ളം ഉണ്ടാക്കിയത് സാറാണെന്ന് അറിഞ്ഞില്ല. അത് പിന്നെ ഞാൻ
കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ ക്ലാസ്സിൽ മൂഡ് ഓഫ് ആയിരുന്നു ഞങ്ങൾ ഊഹിച്ചു. നല്ല സാറായിരുന്നു ചേച്ചി. ഈ സാറിന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. എന്താ മോനെ ഒരു സംസാരം? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ അറിഞ്ഞില്ല. ഈ അടുത്ത കാലത്തായിട്ട് അവർ നേരെ നേരെ നോക്കി കീരിയും പാവുക. വാ എന്താന്ന് നോക്കാം. മോൻ ഇവിടെ നിന്ന് പഠിക്കേ. ഞാനിനി സ്റ്റുഡൻസിന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നേ? മലയാളം വാദ്യർക്ക് വട്ടാണെന്ന് അവർ എഴുതി ഒട്ടിക്കും. ഞാൻ ജോലി രാജിവെക്കുമ്പോ അമ്മയ്ക്കും വരുമ്പോ സമാധാനാവുമല്ലോ. കഴിഞ്ഞ ദിവസം നീ ഇവിടെ കാട്ടിക്കുട്ടിയതൊക്കെ പ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താടാ? മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാത്ത നീയാ കള്ളനെ പിടിക്കാൻ ഓടിയത്. അപ്പുറത്തെ രാജീവൻ രാധികയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ഇവിടെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ഇവിടെ പരാതി. അങ്ങനെ സ്നേഹിച്ചപ്പോ എല്ലാരും കൂടി എന്നെ ഭ്രാന്തരമാക്കി. അപ്പൊ ഈ കാണിച്ചതൊക്കെ സ്നേഹമായിരുന്നു. ഇന്നെന്താ ഒറ്റയ്ക്ക്? രാജീവ് സാറിന്റെ വൈഫിനെ കണ്ടില്ല? ലെക്ചറുടെ വീട്ടിലെ പ്രശ്നങ്ങളാ. അവർക്ക് രാജീവിന്റെ വീടുമായിട്ടായിരുന്നല്ലോ കൂടുതൽ അടുപ്പം. എന്താ കാര്യം എന്നറിയില്ല. 2 ദിവസമായിട്ട് രാധിയെ പുറത്തോട്ട് കാണുന്നില്ല. വരട്ടെ. പ്രേമേന്ദ്ര സാറിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ. രാധിയെ പുറത്തോട്ട് കാണാനുമില്ല. നല്ല സ്റ്റോറിയുള്ള കഥയാണല്ലോ ചേട്ടാ. സത്യമായിരിക്കുമോ? മിസ്സിസ് ശിവമ്പിള്ള പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംശയം. അതെന്താ? നഗരത്തിൽ സംസാര വിഷയം. അവരല്ല ഇപ്പൊ ഈ കോളനിയിലെ വിഷയം. എന്ത് വിഷയം? കള്ളൻ പവിത്രൻ. പറയടാ. ബാങ്ക് മാനേജരെ വീട്ടിൽ സ്ഥിരമായിട്ട് കള്ളം കയറുന്നതേ ഗോമതി ചേച്ചിയെ കാണാനാണെന്ന്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കാണാത്തത് പറയരുത് കേട്ടോടാ തരുവാൻ. ചാണ്ടീസ് വീഡിയോ പരദൂഷണം പറയാനുള്ള സ്ഥലമല്ല. ഇവിടെ നിന്ന് ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നു എന്നറിഞ്ഞാൽ അതിന്റെ ദോഷം നിനക്കല്ല, എനിക്കാ. ചാണ്ടീസ് വീഡിയോ ചണ്ടീസ് വീഡിയോ അയക്കണം നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോടാ പുന്നാര മോനെ. ഇതിപ്പോ ഈ കോളനിയുടെ പരസ്യമായ രഹസ്യമാണല്ലോ. അതിനിപ്പോ ചേട്ടനെന്തിനാ എന്നോട് ചൂടാവുന്നത്? കള്ളം പൗത്രം ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായിട്ട് സാറിനെ കാണാനില്ല. ഫാമിലിയിൽ എന്തോ പ്രശ്നമാണെന്ന് ഗോമതി പറയുന്നത്. ഒന്നുമില്ല. സ്ത്രീകളല്ലേ, എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി. അതുകൊണ്ട് സാറിനെ പിന്നെ ബാങ്കിലോട്ട് കണ്ടില്ല. വീട് വെച്ചതിന്റെ പിടുത്തൊക്കെ ആദ്യം കഴിയട്ടെ, പിന്നീട് പുതിയ ഡെപ്പോസിറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. അത് സാറിന്റെ സൗകര്യം, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ലോക്കർ ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന വേസ്റ്റ് അല്ലേ? ലോക്കർ ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ടാണോ കല്യാണത്തിനും പറഞ്ഞ് കൊണ്ടുപോയ ഗോൾഡ് ഇതുവരെ തിരിച്ചു കൊണ്ടുവെക്കാത്തത്? സ്ത്രീകൾക്ക് എപ്പോഴും സ്വർണ്ണം അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കണമെന്നായിരിക്കും. കള്ളന്മാരുടെ ശല്യം പെരുകി വരുന്ന ഈ കാലത്ത് നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നത്? ഓട്ടോ സ്റ്റോപ്പ്. സുലോചന മറന്നുപോയതായിരിക്കും. നാളെ തന്നെ കോൺഫറൻസ് ഉണ്ട്. 3-4 ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അക്കൗണ്ടിനെ കണ്ടാൽ മതി. ശരി. ഇപ്പൊ ശരിയായിട്ടുണ്ടാവും. രാജേട്ടൻ വന്നാൽ ഉടനെ എടുത്തു തരാം. ഞങ്ങളോടൊന്നും തോന്നരുതേ മോനെ. ഇനിയും വരുമോ? സാറ് ഉറങ്ങിയില്ലേ? ഇല്ല, എന്റെ യാത്ര മുടങ്ങി. ഒരു ഗുഡ്സ് പാളം തെറ്റി കിടക്കുക. ട്രെയിനൊന്നും ഓടുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ ചോദിച്ച? പോകാൻ പറ്റിയില്ല മോളെ. സാറേ, കള്ളനെ കിട്ടി. വേഗം വന്നാൽ പിടിക്കാം. എന്നെ കണ്ടതും ബാത്റൂമിൽ കയറി കണ്ണടച്ചു. ഗോമതിക്ക് പേടി, തുറക്കാൻ സമ്മതിക്കുന്നില്ല. സാറി വന്നേ.
വേഗം വേഗം വാ. ഞങ്ങളായിട്ട് അറിയിക്കണ്ടെന്ന് വെച്ച് പറയാതിരുന്നതാ. ഈ ഗോവിന്ദ് ചേച്ചി അത്ര നല്ലൊന്നല്ല. അയ്യോ, പോലെ നിങ്ങളെ ഞാൻ ആരാധിച്ചത്. കാണുന്നവരോടൊക്കെ എന്റെ ഭർത്താവിനെ പറ്റി എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്. എത്ര കുടുംബമാണ് നിങ്ങൾ കാരണം നശിച്ചത്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം മുഴുവൻ അഭിനയമായിരുന്നല്ലോ ദൈവമേ. ഇത്രയും കള്ളത്തരം എന്നോട് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനിനി മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്കിനി ജീവിക്കണ്ട. ഇനി സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. ഈ ഹൃദയം നിറച്ചും സ്നേഹമാണെന്ന് എനിക്കറിയാം. ഷൂസും വേണ്ട, പാൻസും വേണ്ട, ബ്യൂട്ടി പാർലറും ചുരിദാറും ഒന്നും വേണ്ട.
എനിക്ക് ഈ കണ്ണടയും കതറുടുപ്പും മുണ്ടും മതി. ഞാൻ പറയുന്നു കേൾക്ക്. നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടി പോരുത്. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇത്തവണ നീ എന്നോടൊന്ന് ക്ഷമിക്കും. നിങ്ങൾ നമ്മുടെ മോനെ ഓർത്തോ, എന്നെ ഓർത്തോ. മോളെ ഞാൻ ഒന്ന് പറയട്ടെ. മോള് ഇത് വിളിച്ചാ നിങ്ങൾ എന്നെ കഴിച്ചത്. രാധിക, ഇത്രയൊക്കെ ആയിട്ട് ന്യായീകരിക്കാണല്ലേ? അഭിനയിച്ചത് പോരല്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോ. എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ട. ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിച്ചു. തൊടണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. അയൽക്കാരന്റെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ഒത്തിരി നീ നോക്കിയത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പറഞ്ഞു